ഗുഡ് മോർണിംഗ് എവരി വൺ. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ പ്രഭാതത്തിലേക്ക്, പ്രഭാതമണിയിലേക്ക് ഏവരെയും ക്ഷണിക്കുന്നു. ഇന്നത്തെ പ്രഭാതമണിയുടെ തലവാചകം ഫെലിക്സ് എന്നാണ്. ആധാരവാക്യം എടുത്തിരിക്കുന്ന അപ്പോസ്തല പ്രവൃത്തി 24 അധ്യായം 26 വാക്യമാണ്. പൗലോസ് തനിക്ക് ദ്രവ്യം തരുമെന്ന് ആശിച്ച് പലപ്പോഴും അവനെ വരുത്തി അവനോട് സംഭാഷിച്ചു പോന്നു. ഒരു വലിയ കമ്പനിയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന സ്കോട്ട് ലണ്ടൻ എന്ന് പറഞ്ഞ വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ ഒരു വർഷത്തെ വാർഷിക വരുമാനം $9 ലക്ഷം ആയിരുന്നു. അപ്പോ അദ്ദേഹം ഒരു നല്ല നിലയിൽ ജീവിതം നയിച്ചു വന്നിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അങ്ങനെ ഇരിക്കവേ ഇദ്ദേഹം എന്ത് ചെയ്തു, ഒരു 30 വർഷത്തോളം ഇദ്ദേഹം ഇങ്ങനെ നല്ല ഒരു വാർഷിക വരുമാനത്തോടുകൂടി ജീവിച്ചിരുന്നു. ഒരു ദിവസം അദ്ദേഹം വേറൊരു കമ്പനിയുടെ ഒരു സ്നേഹിതനുമായി ഒരു ബന്ധം സ്ഥാപിക്കുകയും അങ്ങനെ ആ കൂട്ടുകക്ഷി ബന്ധത്തിലൂടെ ഇദ്ദേഹം എന്ത് ചെയ്തു, ഈ കമ്പനിയുടെ വിവരങ്ങളെല്ലാം ആ കമ്പനിയുടെ സ്നേഹിതന് ചോർത്തി കൊടുക്കുകയും വെറുതെ അല്ല, അദ്ദേഹം എന്ത് ചെയ്യുന്നു, $70,000 ആ വിവരം ചോർത്തി കൊടുത്തതിന് വേണ്ടി ഇദ്ദേഹത്തിന് നൽകിയുണ്ട്. അദ്ദേഹത്തിന്റെ വാർഷിക വരുമാനം വെച്ച് നോക്കുമ്പോൾ ഇത് ഒരു ചെറിയ സംഖ്യ ആണെങ്കിൽ കൂടിയും ഇദ്ദേഹം ഇങ്ങനെ പ്രവർത്തിച്ചു എന്നതാണ്, ഒരു അന്യായം പ്രവർത്തിച്ചു. അത് കണ്ടുപിടിക്കപ്പെടുകയും പിന്നീട് അദ്ദേഹത്തിന്റെ വാർഷിക വരുമാനവും നിലച്ചുപോയി. പിന്നെ ഒരു 14 മാസക്കാലം അദ്ദേഹത്തെ ജയിലിൽ അടയ്ക്കുന്നതായിട്ടും നമ്മൾ കാണുന്നുണ്ട്. ശരിക്കും നമ്മൾ ബൈബിള് നോക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി 24 അധ്യായത്തിലേക്ക് നോക്കുമ്പോൾ ഫെലിക്സ് എന്ന് പറയുന്ന പലസ്തീനിലെ ഒരു ഗവർണറെ കുറിച്ച് അവിടെ പ്രതിപാദിച്ചിരിക്കുന്നു. ഇദ്ദേഹം അധികാര സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ പണത്തിനോ അദ്ദേഹത്തിന്റെ ജീവിത സാഹചര്യങ്ങൾക്കോ സമ്പാദ്യങ്ങൾക്കോ ഒന്നും തന്നെ യാതൊരു കുറവും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം പലപ്പോഴും നല്ല ഒരു ഭരണം കാഴ്ചവെക്കാത്തത് യഹൂദന്മാരെ പലപ്പോഴും നീറോയോട് പറഞ്ഞിരുന്നു എങ്കിൽ തന്നെയും ഇദ്ദേഹം നീറമായിട്ടും കൊട്ടാരമായിട്ടും ഒക്കെ പുലർത്തിയിരുന്ന ഒരു നല്ല ബന്ധം കാരണം എന്തു പറ്റിയിരുന്നു, ഇദ്ദേഹം ഇങ്ങനെ ഒരു നല്ല ഭരണം കാഴ്ചവെച്ചില്ലെങ്കിൽ തന്നെയും ഇദ്ദേഹം അധികാര സ്ഥാനത്ത് തുടർന്നിരുന്നു. അദ്ദേഹം എന്ത് ചെയ്തു, യഹൂദ സ്ത്രീയായ ദ്രുസില്ല എന്ന് പറയുന്ന ഒരു സ്ത്രീയായിട്ട് വിവാഹം കഴിച്ചിരുന്നു. ഇത് യഹൂദന്മാരിൽ അദ്ദേഹത്തിന് ഒരു ചെറിയ പ്രീതിയും ജനിപ്പിച്ചിരുന്നു. അങ്ങനെ ഇരിക്കവെയാണ് പൗലൂസിനെ യഹൂദന്മാർ അവിടെ കൊണ്ടുവരുന്നതും തടവിലാക്കാനായിട്ട് കൊണ്ടുവരുന്നതും. പൗലൂസിനെ കുറിച്ച് പലപ്പോഴും അദ്ദേഹത്തോട് ബോധിപ്പിച്ചിരുന്നു. അങ്ങനെ ഈ ഫെലിക്സിന് പൗലോസിനെ കുറിച്ച് ബോധ്യമായിരുന്നിട്ടും എന്ത് ചെയ്തു, പൗലോസിനെ കുറിച്ച് ജയിലറോട് പറഞ്ഞു, ഇദ്ദേഹത്തെ ജയിലിലാക്കിക്കൊള്ളാം, വിധി മാറ്റി വെക്കുകയും എപ്പോഴും ഇദ്ദേഹം പൗലൂസിനെ കൊണ്ടുവന്ന് വിധി അങ്ങ് മാറ്റി വെച്ചിരുന്നു. എന്ന് വെച്ചാൽ അദ്ദേഹത്തെ ശിക്ഷിക്കാൻ താല്പര്യപ്പെട്ടിരുന്നില്ല. അതുകൊണ്ട് വിധി മാറ്റി വെച്ചതിന് ശേഷം ഇദ്ദേഹത്തെ ജയിലിൽ അടച്ചിട്ട് ജയിലറോട് പറഞ്ഞു അദ്ദേഹത്തിന് ദയവ് കാണിക്കണം, പക്ഷെ സ്നേഹിതന്മാരൊന്നും വന്ന് കാണാൻ അനുവദിക്കണ്ട. അപ്പൊ സ്നേഹിതന്മാരൊന്നും പൗലൂസിനെ കാണാൻ അനുവദിച്ചിരുന്നില്ലെങ്കിലും പൗലൂസിനെ ജയിലിൽ അവർ പ്രത്യേകിച്ച് ഉപദ്രവിച്ചിരുന്നില്ല, ദയ കാണിച്ചിരുന്നു പൗലൂസിനോട്. അങ്ങനെ പൗലൂസിനെ പലപ്പോഴും ഈ ഫെലിക്സ് വിളിച്ചിട്ട് എന്ത് ചെയ്തിരുന്നു, അധികാര സ്ഥാനത്തുള്ള ഈ ഫെലിക്സ് വിളിച്ചിട്ട് പൗലൂസുമായിട്ട് സംഭാഷിച്ചു പോകണം, എന്തെങ്കിലും ദ്രവ്യം ഇതിൽ നിന്ന് കിട്ടും. അതായത് ഫെലിക്സിന്റെ ആഗ്രഹം എന്ന് വെച്ചാൽ എപ്പോഴും ഇനിയും കൂടുതൽ ജനപ്രീതിയുള്ളവനാകണം, ഇനിയും കൂടുതൽ പണം സമ്പാദിക്കണം, ഇനിയും ലോകത്തിൽ കൂടുതലായിട്ടുള്ള, അദ്ദേഹം നന്നായിട്ട് ജീവിച്ചിരുന്നുവെങ്കിൽ തന്നെയും അതിലും വലുത് ആഡംബരമായിട്ട് ജീവിക്കണം എന്നുള്ള ഒരു താല്പര്യമുള്ള വ്യക്തിയായിരുന്നു ഈ ഫെലിക്സ്. അതുകൊണ്ട് തന്നെ പൗലൂസിനെ എപ്പോഴും വിളിച്ചിട്ട് പൗലൂസിന് എന്തെങ്കിലും ദ്രവ്യവും എന്തെങ്കിലും കിട്ടുമെന്നുള്ള രീതിയിലാണ് എപ്പോഴും ഫെലിക്സ് പൗലൂസുമായിട്ട് സംഭാഷണം നടത്തിയിരുന്നത്. എന്നാൽ പൗലൂസിന് കിട്ടിയ അവസരം ഉപയോഗിച്ച് പൗലൂസ് ദൈവത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ഇന്ദ്രിയ ജയത്തെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ഒക്കെ ആരോട് ബോധ്യപ്പെടുത്തി, ഫെലിക്സിനെ ബോധ്യപ്പെടുത്തി. അപ്പൊ ഇത് കേൾക്കുമ്പോഴത്തേക്ക് ഫെലിക്സ് ഭയപരവശനായിട്ട്, അത് കേൾക്കാൻ സമയത്ത് തന്റെ ഭാര്യ ദൃശ്യയും കൂടി ഉണ്ടായിരുന്നു. അപ്പൊ ഇത് ഭയപരവശനായിട്ട് ഇത് ഞങ്ങൾ പിന്നെ കേൾക്കാം എന്ന് പറഞ്ഞ് പൗലൂസിനെ അങ്ങ് പറഞ്ഞു വിടുകയുണ്ടായി. ഇങ്ങനെ പലപ്പോഴും പൗലൂസിനെ വിളിച്ച് ഇദ്ദേഹം സംസാരിച്ചു കൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ പൗലൂസിനെ പ്രത്യേകിച്ച് ഉപദ്രവിച്ചതായിട്ട് കാണുന്നില്ലെങ്കിലും പൗലൂസിന് ദൈവത്തെക്കുറിച്ച് ദൈവത്തെ കൂടെ മാനസാന്തരപ്പെടുത്തുക എന്നായിരുന്നു പൗലൂസിന്റെ ലക്ഷ്യം. പക്ഷെ ഫെലിക്സിന്റെ ലക്ഷ്യം എന്ന് വെച്ചാല് പൗലൂസിൽ നിന്ന് എന്തെങ്കിലും ദ്രവ്യം കിട്ടും, എന്തെങ്കിലും അനുഗ്രഹങ്ങൾ കിട്ടിയിട്ട് ഇനിയും ജനപ്രീതിയുള്ള ഒരു വലിയ ഭരണാധികാരിയായിട്ട് എനിക്ക് തുടരാം എന്നതായിരുന്നു ഫെലിക്സിന്റെ ഉദ്ദേശം. അപ്പൊ അങ്ങനെ ഇരിക്കുകയാണ് ഈ ഫെലിക്സ് എന്ന വ്യക്തി 2 വർഷത്തിന് ശേഷം അധികാര സ്ഥാനത്ത് നിന്ന് മാറി വേറൊരു വ്യക്തി പോർഷ്യസ് ഫെറ്റസ് എന്ന് പറയുന്ന അടുത്തൊരു ഭരണാധികാരി ഉണ്ടായി. ആ ഭരണാധികാരി വന്നപ്പോൾ യഹൂദന്മാരെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഈ പൗലൂസിനെ അവിടെ തന്നെ ഉപേക്ഷിച്ച് പോകുന്നതായിട്ട്, അതായത് തടവിൽ തന്നെ ആക്കിയിട്ട് പോകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്.
ശരിക്കും ദൈവത്തിന് ഫെലിക്സ് കൊടുത്ത അവസരമായിരുന്നു പൗലോസ് അവിടെ അങ്ങനെ അടയ്ക്കപ്പെട്ടപ്പോഴും പൗലോസ് പലതവണയായിട്ട് ഫെലിക്സ് മുഖാന്തരം തന്നെ ഫെലിക്സിനോട് സംസാരിക്കാൻ പൗലോസിന് ഒത്തിരി അവസരം കിട്ടി. അങ്ങനെ യഥാർത്ഥത്തിൽ ദൈവത്തെ മനസ്സിലാക്കാനായിട്ട് ഫെലിക്സ് പൗലോസിലൂടെ ദൈവം വഴി തെളിച്ചു കൊടുക്കുകയായിരുന്നു. പക്ഷെ ഫെലിക്സ് എന്ന വ്യക്തി അതെല്ലാം നഷ്ടപ്പെടുത്തി അങ്ങനെ ദൈവത്തിന്റെ ആ രക്ഷയിൽ നിന്ന് അവൻ പുറത്തു കടന്നു. അതായത് ആ രക്ഷ അവന് ലഭിക്കാതെ പോയി എന്ന് നമ്മൾ ഇത് പഠിക്കുന്നു. ശരിക്കും നമ്മൾ ഓരോരുത്തരെയും നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മളും പലപ്പോഴും എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നുണ്ടല്ലേ, വചനത്തിലൂടെ ദൈവം പലപ്പോഴും ഉണ്ടെങ്കിലും അത് നമ്മൾ കേൾക്കുന്നു, മനസ്സിലാക്കുന്നു, സ്വാധീനിക്കുന്നു എന്നുണ്ടെങ്കിലും നമ്മളുമായിട്ടൊരു ചേഞ്ച് നമ്മൾ വരുത്താൻ നമ്മളൊരു മാറ്റം, നമ്മുടെ പാപത്തിൽ നിന്നൊരു മാറ്റം വരുത്താൻ നമ്മൾ തയ്യാറാകുന്നില്ല. ഇവിടെ പാപമെല്ലാം ഫെലിക്സ് ബോധ്യപ്പെട്ടിട്ടും എന്ത് ചെയ്തു, പൗലൂസിനെ പിന്നെ കേൾക്കാമെന്നുള്ള രീതിയിൽ ഒഴിവാക്കി വിടുകയാണ് ഉണ്ടായത്. പകരം അദ്ദേഹത്തിന്റെ പാപത്തെ മാറ്റി പുറത്തു വരാൻ തയ്യാറായിരുന്നില്ല. അങ്ങനെ അദ്ദേഹത്തിന് രക്ഷ നഷ്ടമായി പോയതായിട്ട് നമ്മൾ കാണുന്നു. ശരിക്കും ഇത് കേൾക്കുന്ന ഈ ഫെലിക്സിന്റെ ഈ അധികാരിയായ ഗവർണറായ ഈ ഫെലിക്സിന്റെ ചരിത്രം കേൾക്കുന്ന നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട എന്താണ്, നമുക്ക് കിട്ടുന്ന അവസരങ്ങളിൽ മാറ്റം എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അത് ഒഴിവാക്കി വിടാതെ അത് മാറേണ്ടതിന്, അങ്ങനെ ദൈവത്തിന്റെ രക്ഷയിലേക്ക് എത്തിച്ചേരേണ്ടതിന് നമ്മളെല്ലാവരും ശ്രമിക്കേണ്ടതാണ്. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ സകല പാപങ്ങളെ ശുദ്ധീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ ദൈവത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കുമാറാകണമേ. ഇന്നത്തെ ഒരു ദിവസം ഞങ്ങൾക്ക് നൽകിയതിനാൽ നന്ദി അർപ്പിക്കുന്നു കർത്താവേ. എത്രയോ പേര് ഈ ദിവസം കാണാതെ മാറ്റപ്പെട്ടു പോയി. അവരെ കാട്ടി നല്ലവരല്ല ഞങ്ങളെങ്കിലും ഞങ്ങളോട് കാണിച്ച ഈ കരുണയ്ക്കും ദയയ്ക്കും നന്ദി അർപ്പിക്കുന്നു കർത്താവേ. ഇന്നത്തെ ദിവസം ദൈവത്തിന് അനുസൃതമായി ഞങ്ങളുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തേണ്ടതിന് സഹായിക്കുമാറാണ്. ദൈവം നമ്മോട് എപ്പോഴും ആരിലൂടെ സംസാരിച്ചാലും വചനത്തിലൂടെയും വ്യക്തികളിലൂടെ ആയിരുന്നാലും തീർച്ചയായിട്ടും അത് ചെവിക്കൊണ്ട് അതിനനുസൃതമായി ജീവിക്കേണ്ടതിന് ഞങ്ങളെല്ലാവരും ഒരുക്കുമാറാകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളെല്ലാവരും ഒരുക്കി കൂടെ തിരുവരങ്ങൾ സമർപ്പിക്കുന്നു. എന്റെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും നല്ലൊരു സുദിനം നേർന്നുകൊള്ളുന്നു.